താനൂർ ബോട്ടപകടത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാവർക്കും ചികിത്സാ സഹായം ലഭ്യമാക്കിയെന്ന് മന്ത്രിയും തിരൂർ LDF സ്ഥാനാർത്ഥിയുമായ വി അബ്ദുറഹ്മാൻ കളവ് പറയുകയാണെന്ന ആരോപണവുമായി ബോട്ട് ദുരന്തത്തിലെ ഇരകളുടെ കുടുംബം വീണ്ടും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വി അബ്ദുറഹ്മാൻ വീണ്ടും നുണപ്രചാരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണെന്നും ഇരകളുടെ കുടുംബങ്ങളിൽ ഒരാളായ ജാബിർ ആരോപിച്ചു. നയാ പൈസ ചികിത്സാ സഹായത്തിന്റെ പേരിൽ ലഭിച്ചിട്ടില്ലെന്നാണ് ജാബിറിന്റെ ആരോപണം. ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് ഞാനൊരു മൊബൈലിലൊരു വീഡിയോസ് കണ്ടായിരുന്നു. ആ വീഡിയോസ് ഇങ്ങനെയാണ്: നമ്മുടെ താനൂർ MLAയും മന്ത്രിയുമായിരിക്കുന്ന പി അബ്ദുറഹ്മാൻ സാറിൻ്റെ പത്രസമ്മേളനമായിരുന്നു ഇന്നലെ നടന്നത്. അതിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിലൂടെ ഈ അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ ചികിത്സപരമായിട്ട് ആരോ ചോദ്യം ചെയ്തിരിക്കാം. അതിനായി മന്ത്രി മറുപടി പറഞ്ഞത്, ബോട്ടപകടത്തിലെ ചികിത്സയിൽ കഴിയുന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ ധനസഹായം ചെയ്തെന്നാണ്, അതായത് ചികിത്സാ സഹായം ചെയ്തെന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നെന്നുണ്ടെങ്കിൽ, സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആ ബോട്ടപകടത്തിൽ ഇന്നും ചികിത്സയിൽ ജീവിക്കുന്ന കുട്ടികളുടെ പിതാവെന്നുള്ള നിലയിൽ നമുക്ക് ചോദിക്കാനുള്ളത്, ആർക്കാണ് ഈ സഹായം നൽകിയിട്ടുള്ളത്? ഈ ബോട്ടപകടത്തിൽ ആരാണ് ഇപ്പോഴും ചികിത്സയിൽ ജീവിക്കുന്നത്? ജാബിറിന്റെ രക്ഷപ്പെട്ട 2 മക്കളിൽ ജർഷ എന്ന കുട്ടിയും പെങ്ങളുടെ മകളും ഇപ്പോഴും മാനസികാസ്വാസ്ഥ്യവും തളർച്ചയും ബാധിച്ച് ചികിത്സയിലാണ്. ദുരന്തത്തിന് ശേഷം ഒരിക്കൽ പോലും MLA എന്ന നിലയിൽ വി അബ്ദുറഹ്മാൻ തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ജാബിർ പറയുന്നു. സഹായം ലഭിച്ചില്ലെന്ന് പറയുന്ന ആരോപണങ്ങൾ ചിരിച്ചു തള്ളുന്നുവെന്ന അബ്ദുറഹ്മാന്റെ അവകാശവാദത്തെയാണ് ചിരിച്ചു തള്ളേണ്ടതെന്നും ജാബിർ വ്യക്തമാക്കി. പലതവണ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും സഹായധനം ലഭിച്ചിട്ടില്ലെന്നും ബോട്ടുടമകൾക്കെതിരെ നിലവിലുള്ള കേസിൽ ദുരന്തബാധിതരുടെ കുടുംബം കൂടി കക്ഷി ചേർന്നതിനാൽ ഇരകൾക്ക് ചികിത്സാ സഹായം അനുവദിക്കാനാകില്ലെന്നാണ് കളക്ടർ ഒടുവിൽ അറിയിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു. എൻ്റെ മോളുടെ പേര്, ഇപ്പം ചികിത്സയിൽ ജീവിക്കുന്ന മോളുടെ പേര് ജർഷ എന്നാണ്. ഒന്ന് എൻ്റെ പെങ്ങളുടെ കുട്ടിയാണ്, ആയിഷ മെഹ്റീനാണ്. ഈ 2 കുട്ടികളുമാണ് എൻ്റെ അറിവിൽ ബോട്ടപകടത്തിൽ ചികിത്സയിൽ ജീവിക്കുന്ന 2 കുട്ടികൾ. അപ്പോൾ ഇതിൽ ആർക്കാണ് ഈ സഹായം ഈ സർക്കാരോ അല്ലെങ്കിൽ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ഈ മന്ത്രിയോ ചെയ്തത്? എൻ്റെ കുട്ടിക്ക് ഇന്ന് വരെയും ഈ ഒരു സഹായമോ അല്ലെങ്കിൽ ഈ ചികിത്സപരമായിട്ടുള്ള സഹായമോ തുടർ ചികിത്സയോ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ നിമിഷം വരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടായി. കാരണം കളവ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത് പച്ച കളവാണെന്നുള്ളതായിട്ട് എനിക്ക് ബോധ്യമായി. കാരണം അങ്ങനെ ചികിത്സാ സഹായം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ലഭിക്കേണ്ടത് ജർഷ എന്ന കുട്ടിക്കാണ്, അല്ലെ ആയിഷ മെഹ്റീൻ എന്ന കുട്ടിക്കാണ്. ഈ 2 കുട്ടികളുടെയും ചികിത്സാ സഹായം ഇന്നുവരെയും ചെയ്യാതെ ഒരു മന്ത്രി ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ധാരാളം അംഗീകരിക്കേണ്ടത് നമുക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിയില്ല. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. പേയ്മെന്റ് എന്നും സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. വരാൻ പോകുന്നത് കൊടും ചൂടാണ്, നോമ്പാണ്. ഏതൊരു സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്കീം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പേയ്മെന്റിൽ നിന്ന് 10,000 രൂപയുടെ ഒരു വാഷിംഗ് മെഷീനാണ് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. അതോടൊപ്പം തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ്, ഒരു 14,000 രൂപയുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1400 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. ഇനി ഒരു 30,000 രൂപയുടെ AC ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 3000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 25,000 രൂപയുടെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വേണ്ടതെങ്കിൽ 2,500 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 10,000 രൂപയുടെ ഈ TV ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 15,000 രൂപയുടെ ഇൻവെർട്ടറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1,500 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. ലൈഫ് ടൈം വാറന്റിയുള്ള ചിമ്മിണിയും ഹോബും 10 മാസത്തെ സ്കീമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10,000 രൂപയുടെ നല്ല വാട്ടർ പ്യൂരിഫയറും അവൈലബിൾ ആണ്. 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് നല്ല വെള്ളം കുടിച്ച് ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. അതുപോലെ തന്നെ BLDC ഫാനുകൾ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഈ സ്കീമിൽ അവൈലബിൾ ആണ്. ഇതൊരു സുവർണാവസരമാണ്. മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. Baymand, making it easy. Valanjeri. Phone 9526 001 003.